SMA, a Fourier series is a representation of a function in the form of a series with a periodic functions. Generally, we use the sine and cosine functions. In this one, first we are seeing some properties of orthogonal properties of sine and cosine functions. So, this will have proved the result of integral minus p to p cos n pi x by p cos n pi x by p dx is equal to 0 if m not equal to n and equal to 0 if m equal to 10. And the next result is integral minus p to p cos n pi x by p sin n pi x by p dx is equal to 0 for all n comma n. And for that, consider this integral. This is equal to cos sin b യുടെ ഫോർമുല വെച്ചിട്ട് നമുക്ക് അതിനെ ഈ ഒരു ഫോർമുല 2 cos sin b is equal to sin a plus b minus sin a minus b. ആ റിസൾട്ട് വെച്ചിട്ട് ഇതിന് നമുക്ക് സൈൻ ഓഫ് എം പ്ലസ് എൻ പൈ എക്സ് ബൈ പി മൈനസ് സൈൻ ഓഫ് എം മൈനസ് എൻ പൈ എക്സ് ബൈ പി ഹോൾ ഡിവൈഡ് ബൈ ടു എന്നുള്ള രൂപത്തിലേക്കും അപ്പൊ അതിന്റെ ഇന്റഗ്രല് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സൈനിന്റെ ഇന്റഗ്രല് കോസ് കോസ് ഓഫ് എന്താണ് ഇതിന്റെ ഒരു നെഗറ്റീവ് കൂടെ വരും എം പ്ലസ് എൻ പൈ എക്സ് ബൈ പി ഡിവൈഡഡ് ബൈ ഈ ടേമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് മൈനസ് ആയതുകൊണ്ട് രണ്ടാമതായിട്ട് എഴുതിയിരിക്കുകയാണ് ഇതിന്റെ ഇന്റഗ്രലാണ് ഇത് മൈനസ് കോസ് എം പ്ലസ് എൻ പൈ എക്സ് ബൈ ടി ഡിവൈഡഡ് ബൈ പിന്നെ എക്സ് അല്ലാതെ ഈ നിൽക്കുന്ന സംഭവം എം പ്ലസ് എൻ പൈ ബൈ ടി മൈനസ് ഇനി ഇതിന്റെ ഇന്റഗ്രല് സൈനിന്റെ ഇന്റഗ്രൽ ഏറ്റവും ഒരു മൈനസ് ഉണ്ട് അപ്പോൾ മൈനസ് പ്ലസ് ആവും കോസ് ഓഫ് എം മൈനസ് എൻ പൈ എക്സ് ബൈ ടി ഡിവൈഡ് ബൈ എം മൈനസ് എൻ പൈ ബൈ ടി ഇതിന്റെ ലിമിറ്റ് മൈനസ് പി ടു പി ആണ് ഇപ്പൊ ഇവിടെ എം ഈക്വൽ ടു എൻ ആവുന്ന കേസിൽ ഈ ഇന്റഗ്രൽ എന്തായി മാറും ഈ ടേം 0 ആയില്ലേ മൈനസ് എന്ന് വരുമ്പോൾ 0 സോറി എം ഈക്വൽ ടു എൻ ആവുന്ന കേസിൽ ഈ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എം നോട്ട് ഈക്വൽ ടു എന്നിന്റെ കേസിൽ ഇത് 0 ആണ് കാരണം ഇവിടെ കോസ് ഓഫ് ദിസ് വാല്യൂ മൈനസ് കോസ് ഓഫ് മൈനസ് പിയിലാണ് വരിക പക്ഷെ കോസിന്റെ പ്രത്യേകത കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ തന്നെയാണ് അപ്പൊ കോസിന്റെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എടുക്കുന്നത് 0 ആയിരിക്കും ഇതിലും അതേ കേസിൽ തന്നെ 0 എന്ന് വരും ഇനി എം ഈക്വൽ ടു എന്നിന്റെ കേസിൽ ഉണ്ടെങ്കിൽ മൈനസ് പി ടു പി കോസ് f by x by p by n pi x by p is equal to 1 by 2 sin 2n pi x by p dx ആണ് അപ്പൊ അതിന്റെ ഇന്റഗ്രൽ അതായത് ഈ ഫോർമുല തന്നെ യൂസ് ചെയ്തത് സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ മൈനസ് ബി എന്നുള്ളത് അപ്പൊ ഈ ടേം കഴിഞ്ഞിട്ട് മാത്രം ഉണ്ടാവുള്ളൂ ബൈ ഹൗ ടു വർക്ക് ബൈ പി അപ്പൊ ഇതില് എന്തായി മാറും ഇതിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് ഓഫ് ദിസ് ടേം ഡിവൈഡ് ബൈ പിന്നെ എക്സ് ഇല്ലാത്ത ബാക്കിയുള്ളത് ബിറ്റ്വീൻ ലിമിറ്റ് മൈനസ് പി ടു പി എടുക്കുമ്പോൾ കോസ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ് ഈ രീതിയിൽ ഇതിന്റെ അർത്ഥം പോലെ കോസ് ഈവൻ ഫംഗ്ഷൻ ആണ് ഇപ്പം ഈ രണ്ട് വാല്യൂസിന് എടുക്കുക അതായത് ഒരു വാല്യൂ നെഗറ്റീവ് എടുത്ത് ലിമിറ്റ് എടുക്കുമ്പോൾ രണ്ടിനും സെയിം വാല്യൂ തന്നെ വരും അപ്പൊ മൈനസ് എന്നുള്ളത് വരുന്നത് 0 ആയിരുന്നു ഇനി അടുത്ത പ്രോപ്പർട്ടി ഇന്റഗ്രൽ മൈനസ് പി ടു പി സൈൻ എൻ പൈ എക്സ് ബൈ ടി സൈൻ എൻ പൈ എക്സ് ബൈ ടി ഡി എക്സ് ഇസ് ഈക്വൽ ടു 0 ഇഫ് എൻ നോട്ട് ഈക്വൽ ടു എൻ ഈക്വൽ ടു 0 ഇഫ് എൻ ഈക്വൽ ടു എൻ അപ്പൊ ഇവിടെ സൈൻ എ സൈൻ ബി എന്നുള്ള ഈ ഫോർമുല യൂസ് ചെയ്യുന്നു അതിന്റെ ഫോർമുല യൂസ് ചെയ്തിട്ട് ഇതിന് കോസ് ഓഫ് എം മൈനസ് എൻ പൈ എക്സ് ബൈ ടി മൈനസ് കോസ് ഓഫ് എൻ പ്ലസ് എൻ പൈ എക്സ് ബൈ ടി എന്നുള്ള രൂപത്തിൽ വരാം ഹോൾ ഡിവൈഡ് ബൈ 2 ഉണ്ട് ഇനി ഇതിന്റെ ഇന്റഗ്രല് സൈൻ ആണ് അതുപോലെ ഇതിന്റെ ഇന്റഗ്രല് സൈൻ എഴുതുന്നു മൈനസ് പി ടു പി കൊടുക്കുന്നു ഇവിടെ പൈ എക്സ് ബൈ പിയില് എക്സിന് പി കൊടുക്കുന്നു ഈ പി പി ക്യാൻസൽ ആയിട്ടും എം മൈനസ് എൻ പൈ ഇവിടെ എം പ്ലസ് എൻ പൈ വരും സൈനിന്റെ പ്രത്യേകത അത് പൈ ഇൻഡിവിജ്വൽ മൾട്ടിപ്പിൾസിലെല്ലാം അതിന്റെ വാല്യൂ 0 ആണ് അപ്പൊ ഇതും 0 ആവും ഇതും 0 ആവും സോ പ്രോബ്ലം ഈക്വൽ ടു 0 എൻ ഈക്വൽ ടു എന്നുള്ള കേസിൽ ഈ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ എൻ പൈ എക്സ് ബൈ പി എന്നുള്ളതായി മാറും അതിന് നമുക്ക് 1 മൈനസ് കോസ് 2 എൻ പൈ എക്സ് ബൈ പി ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു 1ന്റെ ഇന്റഗ്രൽ എക്സ് ആണ് ഇതിന്റെ ഇന്റഗ്രൽ സൈൻ ആണ് ഇത് അതിന്റെ കോൺസ്റ്റന്റോട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ പിയും മൈനസ് പിയും കൊടുത്തു കഴിഞ്ഞാലൊക്കെ ഇത് പൈയുടെ മൾട്ടിപ്പിൾ എന്നുള്ള രീതിയിലാണ് വരിക അപ്പൊ സൈൻ ഓഫ് പൈയുടെ മൾട്ടിപ്പിൾ എന്ന് പറയുന്ന വാല്യൂ 0 ആണ് ഇനി ഇതിന് മാത്രമേ ഇപ്പൊ നോൺ സീറോ വാല്യൂ ഉണ്ടാവുള്ളൂ അപ്പൊ ഇവിടെ പി മൈനസ് മൈനസ് പി എന്ന് പറയുമ്പോൾ അത് 2p എന്നായി ഹോൾ ഡിവൈഡ് ബൈ 2 ചോദിച്ച വാല്യൂ കിട്ടി ഇനി ഈ റിസൾട്ടുകൾ നമുക്ക് ഇനി അങ്ങോട്ടേക്കുള്ള ഫൊറിയർ സീരീസ് റെപ്രസെന്റേഷൻ ആവശ്യമുണ്ട് ഒരു ഫൊറിയർ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പീരിയോഡിക് ഫങ്ഷൻസ് നമ്മളുടെ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് സൈനും കൊസൈനിന്റെയും ടേംസിൽ നമ്മളുടെ തന്നിട്ടുള്ള ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്
അതിനുള്ള അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് if f of x is a real valued function defined in the interval plausible minus pt, then the f of x can be written as f of x equal to a naught by 2 plus sigma m equal to 1 to infinity a m cos n by x by t plus b sin n by x by t. ആൻഡ് ഇതിനെയാണ് ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത്. ഫൊറിയർ സീരീസ് ഫോർ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഈ ഫൊറിയർ സീരീസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ എ നോട്ട് എന്താണെന്നും എ എം എന്താണെന്നും ബി എം എന്താണെന്നും അറിയാം. അപ്പൊ ഇവരെയൊക്കെ പറയുന്ന പേര് ഫൊറിയർ കോഎഫിഷ്യൻസ് എന്നാണ്. ഫൊറിയർ കോഎഫിഷ്യൻസ് കാണാനുള്ള ഫോർമുല ഇതാണ്. ഈ ഫോർമുല കാണാതെ പഠിച്ചു വെച്ചോണം. ഫോർമുല ഇതാണ്. എ നോട്ട് കാണാനുള്ള ഫോർമുല 1/t ഇന്റഗ്രൽ മൈനസ് പി ടു പി എഫ് ഓഫ് എക്സ് ഡി എക്സ്. എ എൻ ഈസ് ഇക്വൽ ടു ഇത് എ നോട്ട് അല്ലാത്ത ബാക്കിയുള്ള എ എന്നുള്ളൂ 1/t ഇന്റഗ്രൽ മൈനസ് പി ടു പി f of x cos n pi x by p dx. dn is equal to 1/t integral minus p to p f of x sin n pi x by p dx. ഇപ്പൊ ഇതില് എന്നിന് ഡിഫറെന്റ് വാല്യൂസ് എടുക്കുന്നത് നമുക്ക് എല്ലാ എൻസും ബിഎൻസും കിട്ടും. ഇനി ഇതിന്റെ പ്രോബ്ലംസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു മോഡ് എക്സ് മൈനസ് ടി ലെസ് എക്വൽ ടു എക്സ് ലെസ് എഫ് ഓഫ് എക്സ് പ്ലസ് 4 ഇക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ 3 പീരിയഡ്സ് and find the Fourier series for f. അപ്പൊ ആദ്യം ഫംഗ്ഷൻ സ്കെച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫംഗ്ഷൻ എന്താണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഗിവൺ ആസ് മോഡ് എക്സ്. മോഡ് എക്സിന്റെ വാല്യൂ നമുക്കറിയാം നെഗറ്റീവ്സിൽ, അതായത് മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ മോഡ് എക്സിന്റെ വാല്യൂ മൈനസ് എക്സ് എന്നും 0 ടു ഇൻഫിനിറ്റി മോഡ് എക്സിന്റെ വാല്യൂ എക്സ് എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഇന്റർവെല് -2 ആണ്. സോ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു മൈനസ് എക്സ് ഈഫ് മൈനസ് 2 less than equal to x less than 0 and is equal to 0 if 0 less than equal to x less than 2. f of x plus 4 equal to f of x എന്ന് തന്നിട്ടുണ്ട്. അതായത് 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേ വാല്യൂ തന്നെയാണ്. അതായത് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് എഫ് ഈസ് എ പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരീഡ് 4 എന്നുള്ളതാണ്. ആൻഡ് ഹിയർ ദ ഇന്റർവെൽ ഈസ് ഗിവൺ ആസ് മൈനസ് പി ടു പി എന്നുള്ളത് ഇവിടെ -2 to 2 എന്നുള്ളതാണ്. ഇപ്പൊ പിയുടെ വാല്യൂ 2 ആണ്. And we know the Fourier series is f of x is equal to in the formula f of x equal to a naught by 2 plus sigma n equal to 1 to infinity a m cos n by x by 2 plus ഇവിടെ ബൈ ടി ആണ്. ഇവിടെ പി എന്ന് പറയുന്നത് 2 ആയതുകൊണ്ട് ബി എം സൈൻ എൻ ബൈ എക്സ് ബൈ പി എന്നുള്ളത് വരും. ഇവിടെ പിയുടെ വാല്യൂ 2 ആയതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിലത്തെ ഓരോ ഫോറിയർ കോഎഫിഷ്യൻസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എ നോട്ട് കാണാനുള്ള ഫോർമുല 1/2 integral minus p to p f of x dx. That is 1/2 integral minus 2 to f of x dx. ഇപ്പൊ മോഡ് എക്സ് ആണ് വരിക. പക്ഷെ മോഡ് എക്സിന് ഈ ഇന്റർവെല്ലിലൂടെ -2 to 0 വാല്യൂ മൈനസ് എക്സും 0 to 2 വാല്യൂ എക്സും ആണ്. അപ്പൊ നമ്മൾ ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇന്റഗ്രൽ -2 to 2 എന്നുള്ളത് -2 to 0 പ്ലസ് 0 to 2 എന്ന് വരും. ഇനി -2 to 0 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ മൈനസ് എക്സ് ആണ്. അപ്പൊ അത് അതിനകത്ത് കൊടുത്തു. 0 to 2 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സ് ആണ്. അപ്പൊ അതിനകത്ത് കൊടുത്തു. ഈ രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യും. അപ്പൊ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് എക്സ് കിട്ടിയാൽ -x²/2 ആണ്. ബിറ്റ്വീൻ ദി ലിമിറ്റ് -2 to 0 കൊടുക്കുന്നു. ആൻഡ് ഇവിടെ x²/2 ബിറ്റ്വീൻ ദി ലിമിറ്റ് 0 to 2 കൊടുക്കുന്നു. അപ്പൊ കിട്ടുന്ന വാല്യൂസ് 2 ആണ്. ഇതിൽ രണ്ടിനും വാല്യൂസ് 2 ആണ് കിട്ടുന്നത്. അപ്പോൾ ഡിവൈഡ് ബൈ 2 ഉണ്ട്. ഫോർ എക്സ് വാല്യൂ ഇക്വൽ ടു 2. ഇനി എ എം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് 1/t ഇന്റഗ്രൽ മൈനസ് പി ടു പി എഫ് ഓഫ് എക്സ് കോസ് എൻ ബൈ എക്സ് ബൈ പി ഡി എക്സ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ അഗൈൻ നമുക്ക് ഇവിടെ പിയുടെ വാല്യൂ 2 കൊടുക്കും. ഇപ്പം 1/2 ഇന്റഗ്രൽ -2 to എഫ് ഓഫ് എക്സ് കോസ് എൻ ബൈ എക്സ് ബൈ 2 ഡി എക്സ് എന്നായി. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് -2 to 2 രണ്ട് ഇന്റർവെൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അതിന്റെ വാല്യൂ. അപ്പം നമ്മൾ ഇന്റഗ്രലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. 1/2 ഇന്റഗ്രൽ -2 to 0 then 0 to 2. അപ്പൊ -2 to 0 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ -x എന്നും 0 to 2 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ x എന്നും കൊടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ x into cos n by x by 2 dx എന്നുള്ളതാണ് ഇന്റഗ്രേഷൻ ചെയ്യാനുള്ളത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ -x ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടും ഇതിനെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ -x into ഇന്റഗ്രൽ ഓഫ് ദിസ്. അപ്പോൾ സൈൻ ഓഫ് m by x by 2 ഡിവൈഡഡ് ബൈ m pi by 2 എന്നുള്ളത് വരെ അതിന് ഇൻറ്റു 2/m എന്ന് വരും. ബിറ്റ്വീൻ ദി ലിമിറ്റ് -2 to 0 മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ്. അപ്പൊ -x ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -1 ആണ്. അപ്പൊ മൈനസ് പിന്നെ ഇതിന്റെ ഇന്റഗ്രൽ അത് ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അത് അതേപോലെ എഴുതിയാലും മതി. ഇന്റഗ്രൽ എഴുതി ബിറ്റ്വീൻ ദി ലിമിറ്റ് -2 to 0. ഇനി ഇവിടെ -2 to 0 വാല്യൂസ് ഇവിടെ കൊടുക്കുക. ഇവിടെ 0 കൊടുക്കുമ്പോൾ ഇത് 0 ആയി.
-2 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? സൈൻ ഓഫ് ഇവിടെ സൈന് ടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഓഫ് മൈനസ് എം ഫൈ എന്ന് വരും. പക്ഷെ സൈനിന്റെ വാല്യൂ പൈയുടെ മൾട്ടിപ്പിൾസിലെല്ലാം വാല്യൂ 0 ആണ്. തീറ്റ മൊത്തത്തിൽ 0 ആയിട്ടുണ്ട്. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് -2 മൈനസ് പ്ലസ് ആയിട്ടുണ്ടാവും +2/m5 സൈൻ m πx/2 ഇന്റഗ്രൽ. അതിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് -cos m πx/2 ഹോൾ ഡിവൈഡഡ് ബൈ m5/2 എന്നുള്ളതാണ്. അപ്പം അതിന് നമ്മൾ ഇൻറ്റു എന്നുള്ള രൂപത്തിൽ എഴുതുന്നു. ഇവിടെ ഓൾറെഡി ഈ ഒരു ടേം വരുന്നതൊക്കെ അത് സ്ക്വയർ എന്നുള്ളതായി മാറി. cos m5x/2 ബിറ്റ്വീൻ ദി ലിമിറ്റ് -2 to 0. പിന്നെ ഈ ടേം നമ്മൾ ഇതുപോലെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ചെയ്യുന്നു. അപ്പോൾ എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് ഇതിന്റെ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു. 0 to 2 ആണ് ചെയ്യാനുള്ളത്. അപ്പൊ ഇവിടെയും സെയിം റീസൺ സൈൻ വന്നിട്ട് കഴിഞ്ഞാൽ ഈ ടു ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സൈനിന്റെ മൾട്ടിപ്പിൾ എന്നുള്ള രൂപത്തിൽ വരും. അപ്പൊ അത് 0 ആയി. ആ ടേം 0 ആയിപ്പോയി. ഇനി ഇതിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുന്നു നേരത്തെ പോലെ തന്നെ. 2/m5 ഇൻറ്റു ഇനി സൈൻ m5x/2 ഇന്റഗ്രൽ എന്ന് പറയുന്നത് -cos m5x/2 ഹോൾ ഡിവൈഡ് ബൈ m5/2 ആണ്. അപ്പൊ അതിന് ഇൻറ്റു 2/m5 എന്ന് എഴുതി. അപ്പൊ അത് ഇതുപോലെ ചേർന്നിട്ട് സ്ക്വയർ ആയി മാറി. പിന്നെ ഈ മൈനസ് ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഉള്ള മൈനസ് കൂടെ ചേർത്തിട്ട് പ്ലസ് ആയി മാറി. ഇനി ഇതിന്റെ എല്ലാം വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ 1/2 ഇൻറ്റു -2/m5 ഹോൾ സ്ക്വയർ ഇൻറ്റു ഇവിടെ വാല്യൂസ് കൊടുക്കുമ്പോൾ 1 - cos mx എന്നാണ് പറഞ്ഞത്. അതേപോലെ ഇവിടെ cos mx അല്ല m5. അതുപോലെ ഇവിടെ cos m5 -1 എന്ന് വരും. എഗെയിൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 4/m² ഇൻറ്റു cos m5 -1. ഇനി കോസിന്റെ പ്രത്യേകത കോസ് എന്താണ് 0 എന്ന് പറയുന്നത് 1 ആണ് നമുക്കറിയാം. cos π -1 ആണ്. cos 2π എന്ന് പറയുന്നത് 1 ആണ്. അപ്പം cos 3π എടുത്തു കഴിഞ്ഞാൽ അഗൈൻ -1 ആവും. അപ്പൊ ഇവിടെ cos m5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 പ്ലേസിൽ m എന്നുള്ളതാണ് വാല്യൂ വരും. ഓക്കെ, -1 പ്ലേസിൽ m. കാരണം cos പൈ എമ്മിന് 1 കൊടുത്തു കഴിഞ്ഞാൽ cos π ആവും. അപ്പൊ -1 പ്ലേസിൽ 1 -1 തന്നെ. cos 2π എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ വാല്യൂ 1 ആണ്. ഇവിടെ ഇതിന്റെ പുറത്തേക്ക് -1 പ്ലേസിൽ 2 ഇങ്ങനെ എടുക്കുമ്പോൾ -1² ദാറ്റ് ഈസ് 1 എന്നുള്ളത് വരും. ഓക്കെ, അപ്പം ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. സോ ദിസ് വാല്യൂ ഇസ് ഈക്വൽ ടു 4/m² ഇൻറ്റു -1 പ്ലേസിൽ m മൈനസ് ആൻഡ് bm കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. 1/p ഇൻറ്റു ഇന്റഗ്രൽ -p f of x sin m5x/p dx 1/2 ഇൻറ്റു f of xന്റെ വാല്യൂ നമുക്ക് രണ്ട് ഇന്റഗ്രലിലും രണ്ട് വാല്യൂസ് ആയതുകൊണ്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഇതിനെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് ചെയ്തു. അതുപോലെ ഇതിനെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ട് ചെയ്തിട്ട് ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നു. അപ്പൊ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൽ ഈ സൈന് വരുന്ന ഭാഗം ഇവിടെ എക്സ് 0 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയി പോകും. ഈ 2 കൊടുക്കുമ്പോഴുള്ള വാല്യൂ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതേപോലെ ഇതിനെ ഒന്നുകൂടി ഇന്റഗ്രേഷൻ ചെയ്തിട്ട് പിന്നെ അതിലാണ് നമ്മൾ ഈ ലിമിറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം അങ്ങനെ എല്ലാ പ്രോസസ്സുകളും കഴിയുമ്പോൾ നമുക്ക് വാല്യൂ 0 എന്നാണ് കിട്ടുന്നത്. ഇനി നമുക്ക് f of x ഇതെല്ലാം കണ്ടുപിടിച്ചാൽ മാത്രം പോലെ f of xൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. f of xൽ സബ്സ്റ്റിറ്റ്യൂട്ട് a0ന്റെ വാല്യൂ 2 ആണ് കിട്ടുന്നത്. 2/2 പ്ലസ് സിഗ്മ m = 1 to infinity amന്റെ വാല്യൂ an ഇൻറ്റു cos m5x/2 പ്ലസ് ഈ bm എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി 0 ആയി മാറി. അതുകൊണ്ട് ആ ടേം ഇല്ല. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനെ നമുക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അപ്പൊ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1. പിന്നെ ഇവിടെ എമ്മിന് 1 കൊടുക്കുമ്പോൾ ഇത് എന്തായി മാറും? -1 ആയി മാറും. അപ്പൊ -1 -2 ആയി. ഇൻറ്റു 4 കഴിയുമ്പോൾ -8 ആയി. -8/. എമ്മിന് 1 അല്ലേ കൊടുത്തത്. അപ്പൊ ഇവിടെ π² കോസ് ഇവിടെ എമ്മിന് 1 കൊടുക്കുമ്പോൾ cos πx/2 പ്ലസ് ഇനി അടുത്ത ടേം ചെയ്യുമ്പോൾ ഇവിടെ +1 ആവും. അപ്പോൾ 1 - 1 അത് 0 ആയി മാറും. അപ്പൊ m = 2ന്റെ ടേം 0 ആണ്. പിന്നെ m = 3യുടെ ടേം ആണ്. അതിന്റെ വാല്യൂ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സോ അങ്ങനെ ഒരു 4-5 ടേം നോൺ സീറോ ആയിട്ട് കിട്ടുന്ന രൂപത്തിലുള്ളത് എഴുതാം. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് -1 - 8/π² ഇൻറ്റു cos πx/2 പ്ലസ് 1/3² cos 3π/x/2 പ്ലസ് 1/5² cos 5π/x/2 പ്ലസ് എക്സെട്ര. ഇപ്പൊ ഇതാണ് ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് mod x ബിറ്റ്വീൻ ദി ലിമിറ്റ് -2 to 2 എന്നുള്ളത്. ഇതിന് വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് ജനറലൈസ് ചെയ്ത് എഴുതിയിട്ടുള്ളതാണ് ഇത്. ഇപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ